അമാനുഷിക ശക്തികളും കേരളവുമായുള്ള ബന്ധത്തിന് പ്രാചീന കാലത്തോളം പഴക്കമുണ്ട്. അന്ന് മനുഷ്യനും പ്രകൃതിയും രണ്ടായിരുന്നില്ല. മൃഗങ്ങളെപ്പോലെ മനുഷ്യനും പ്രകൃതിയുടെ ഭാഗം തന്നെയായിരുന്നു. പ്രാചീന മനുഷ്യർ പ്രകൃതിയോട് വളരെയധികം ഇണങ്ങിച്ചേർന്ന് ജീവിതം നയിച്ചവരായിരുന്നുവല്ലോ. അവരുടെ വിശ്വാസങ്ങളും അപ്രകാരം പ്രകൃതിയുമായി ബന്ധമുള്ളവയായിരുന്നു. അവർക്ക് അപ്രാപ്യമായതിനെ, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തിയതിനെയൊക്കെ അവർ ആരാധിക്കാൻ തുടങ്ങി. ഈ ആരാധനയെ നന്മയുടെയും തിന്മയുടെയും ഗണത്തിൽപ്പെടുത്തി. ഉദാഹരണത്തിന്, ദേവതകളെ സദ്ദേവതകളെന്നും ദുർദേവതകളെന്നും രണ്ടായി തിരിച്ചു. സദ്ദേവതകൾ നന്മ ചെയ്യുന്നവരും ദുർദേവതകൾ തിന്മ ചെയ്യുന്നവരുമായിരുന്നു. സദ്ദേവതകൾക്ക് സത്കർമ്മങ്ങളും ദുർദേവതകൾക്ക് ദുഷ്കർമ്മങ്ങളും അവർ ചെയ്തു തുടങ്ങി. അഗ്നി, ജലം, വായു, നാഗം, വൃക്ഷം, പരേതാത്മാക്കൾ എന്നിവയും ശിവൻ, വിഷ്ണു തുടങ്ങിയ ദേവതാ സങ്കല്പങ്ങളും സദ്ദേവതകളുടെ ഗണത്തിൽപ്പെടുത്തിയപ്പോൾ പ്രേതം, മാടൻ, മറുത, ചാത്തൻ, ഗുളികൻ, യക്ഷി, യക്ഷൻ തുടങ്ങിയവയെ ദുർദേവതകളുടെ ഗണത്തിൽ സങ്കല്പിച്ചു. സദ്ദേവതകൾക്ക് പൂവ്, പാല്, പഴം തുടങ്ങി മനുഷ്യർ ഉപയോഗിക്കുന്നവ പൂജിച്ചപ്പോൾ ദുർദേവതകൾ പ്രസാദിക്കാനായി മദ്യം, മാംസം, ചോര തുടങ്ങി പക്ഷിബലിയും മൃഗബലിയും നരബലിയും വരെ നടത്തി. അങ്ങനെ പ്രകൃതിയുടെയും വനങ്ങളുടെയും അധിദേവതകളായി അവർ പലതരം ദേവതാ സങ്കല്പങ്ങളെ ആരാധിച്ചു വന്നു. യക്ഷിയക്ഷ ആരാധനയ്ക്ക് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. വനദേവതകളും അനുഗ്രഹ നിഗ്രഹ ശക്തിയുള്ള പ്രകൃതിമൂർത്തികളും എന്ന നിലയിലാണ് യക്ഷി രൂപപ്പെട്ടു വന്നത്. ജീവദായിനിയും ജീവഹാരിണിയുമായ പ്രകൃതിയുടെ ഓരോ ചലനത്തിലും ഇത്തരം അമാനുഷിക ശക്തികളുടെ പ്രഭാവമാണെന്ന് അവർ വിശ്വസിച്ചു വന്നു. മരങ്ങളിൽ കുടികൊള്ളുന്ന അമാനുഷിക ശക്തികൾ എന്ന നിലയിലാണ് യക്ഷാരാധന രൂപപ്പെട്ടു വന്നത്. യക്ഷനെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ഋഗ്വേദത്തിലാണ്. ഞൊടിയിടയിൽ മിന്നിമറയുന്ന അപകടകാരിയായ ഒരു അമാനുഷിക ശക്തി എന്ന നിലയിലാണ് ഋഗ്വേദത്തിൽ യക്ഷനെ പരാമർശിച്ചിട്ടുള്ളത്. കേരളത്തിൽ മുമ്പേ ഉണ്ടായിരുന്ന ദ്രാവിഡ ദേവതാ സങ്കല്പങ്ങളും കേരളത്തിലെ യക്ഷി സങ്കല്പത്തെ സ്വാധീനിച്ചതായി കാണാം. ദ്രാവിഡ ദേവതയായ കൊற்றവൈ ഇന്നത്തെ കാളി സങ്കല്പത്തിന്റെ പൂർവ്വരൂപമാണ്. യുദ്ധക്കളത്തിൽ ശത്രുവിനെ വകവരുത്തി സംഹാരതാണ്ഡവമാടുന്ന ഘോരരൂപിണിയാണ് കൊറ്റവൈ അഥവാ കൊற்றവൈ. ദുർമരണപ്പെട്ട സ്ത്രീ, ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവൻ വെടിഞ്ഞ യുവതികൾ എന്നിവർ യക്ഷികളായി പുനർജനിക്കുമെന്ന സങ്കല്പം നാടൻ പാട്ടുകളിലും മുത്തശ്ശി കഥകളിലും കാണാം. അപമൃത്യു സംഭവിച്ച അവർണരുടെ ദുരാത്മാവാണ് മറുത എന്ന സങ്കല്പം. ജീവിതത്തിൽ അടിച്ചമർത്തപ്പെട്ടവർ, അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതിരുന്നവർ മരണശേഷം പ്രതികാരം ചെയ്യുമോ എന്ന ഭയമാണ് പ്രതികാരദാഹിയായ പ്രേതമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാന കാരണം. അതിനാൽ തന്നെ സ്ത്രീകളും അധകൃത വർഗങ്ങളും നേരിട്ടിരുന്ന ചൂഷണങ്ങളുടെയും പീഡനങ്ങളുടെയും കൂടി ചരിത്ര പ്രതീകങ്ങളാണ് ഇത്തരം പല സങ്കല്പങ്ങളും. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ പണ്ടുകാലത്ത് ആളുകൾ ആരാധിക്കുകയും ഭയക്കുകയും ചെയ്തിരുന്ന ഒരു മൂർത്തിയാണ് മാടൻ. കൊല്ലത്തും തിരുവനന്തപുരത്തും ധാരാളം ക്ഷേത്രങ്ങളിൽ ഒരു മാടൻ നട കാണാം. അവിടെ ഉപദൈവമായിട്ടാണ് മാടനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാത്രിയുടെ കൂരിരുട്ടിൽ മാടൻ ഒരു വിളക്കുമായി ഇറങ്ങി നടക്കും. മാടനെ എപ്പോഴും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ ഒരു തീനാളം മാത്രം സഞ്ചരിക്കുന്നത് കാണാം. പണ്ടുകാലത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നടന്നു പോകണം, അല്ലെങ്കിൽ കാളവണ്ടി. ഭൂരിപക്ഷം ആളുകളും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. വൈദ്യുതിയില്ലാത്ത കാലമായതുകൊണ്ട് സൂര്യാസ്തമയത്തിന് ശേഷമുള്ള യാത്രകൾക്കായി ആളുകൾ നാട്ടുവെളിച്ചമാണ് ആശ്രയിച്ചിരുന്നത്. ഇതുകൊണ്ടാണ് പണ്ട് സന്ധ്യവിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ യാത്രകൾ ഒഴിവാക്കാൻ പറയാറുള്ളത്. കുന്നുകൾ കടക്കേണ്ടി വരുമ്പോഴാണ് പൊട്ടിച്ചൂട്ട് എന്ന് പറഞ്ഞ സംഭവം പലരും കണ്ടതായി പറയുന്നത്. അന്നൊക്കെ ഒറ്റയ്ക്ക് യാത്ര പോകുന്നവരാണ് അധികവും. പുല്ലു വളർന്നു കിടക്കുന്ന വഴികളിലൂടെ ഇരുട്ടത്ത് നടന്ന് കുറച്ചു കഴിയുമ്പോൾ ആ പാത താനെ കാണാതാവും. പിന്നെ ഈ വ്യക്തി എങ്ങോട്ട് പോകണമെന്നറിയാതെ തിരിയും. അപ്പോൾ ദൂരെ ഒരു വെളിച്ചം കാണും. ആരോ ചൂട്ട് കത്തിച്ച് നടക്കുന്ന പോലെ. ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് ഇയാൾ നടക്കും. പെട്ടെന്ന് ആ വെളിച്ചം കാണാതെയാവും. തിരിഞ്ഞു നോക്കുമ്പോൾ വെളിച്ചം മറ്റൊരു സ്ഥലത്ത് കാണും. അപ്പോൾ അങ്ങോട്ട് നടക്കും. പെട്ടെന്ന് അതും പോകും. പിന്നെയും വേറൊരു സ്ഥലത്ത് കാണും. ഇങ്ങനെ രാത്രി മുഴുവൻ ഈ മനുഷ്യൻ നടന്നുകൊണ്ടേയിരിക്കും. പിറ്റേ ദിവസം ആളുകൾ ആ വഴി പോകുമ്പോൾ ഈ മനുഷ്യൻ ബോധം കെട്ട് എവിടെയെങ്കിലും കിടക്കുന്നത് കാണാം.
അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും പൊട്ടിച്ചൂട്ട് കണ്ട് പേടിച്ചതാണെന്ന്. ബോധം തെളിഞ്ഞാൽ മിക്കവർക്കും ഓർമ്മ കാണില്ല. അമാനുഷിക ശക്തികളുമായുള്ള ബന്ധം കേരളത്തിന്റെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായിരുന്നു. ഇവിടെ ഒരു മന്ത്രവാദ സംസ്കാരം നിലനിന്നിരുന്നു. വളരെ വ്യത്യസ്തവും ആധികാരികവുമായ മന്ത്രവാദങ്ങളായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത്. മന്ത്രവാദത്തിന്റെ ലക്ഷ്യം അമാനുഷിക സിദ്ധികൾ കൈവരിക്കലും ആഭിചാരവുമൊക്കെയാണ്. മന്ത്രവാദം പ്രധാനമായും രണ്ട് വിധമായിരുന്നു: സദ്മന്ത്രവാദവും ദുർമന്ത്രവാദവും. മൂർത്തികളെ പ്രസാദിപ്പിച്ച് നല്ല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെ സദ്മന്ത്രവാദമെന്നും, ദുർമൂർത്തികളിലെ ആസുരഭാവം ഉണർത്തി മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ ദുർമന്ത്രവാദമെന്നും പറയുന്നു. ചാത്തൻ, ഗുളികൻ, ഗന്ധർവൻ തുടങ്ങി നിരവധി ശക്തികളെ കേരളീയർ ആരാധിച്ചിരുന്നു. ഇവരിൽ ഒട്ടുമിക്കവർക്കും ക്ഷേത്രങ്ങളും പ്രത്യേക പൂജകളും ബലികളും നടത്തിയിരുന്നു. അടിസ്ഥാനപരമായി ഒരു ഗോത്രാചാരമാണ് മന്ത്രവാദം. ലോകത്തിൽ മിക്ക രാജ്യങ്ങളിലും മന്ത്രവാദം ഉണ്ടായിരുന്നു. അറബി മാന്ത്രികം, ചൈനീസ് മാന്ത്രികം തുടങ്ങിയവയൊക്കെ ഇതിനുദാഹരണമാണ്. ഇംഗ്ലീഷിൽ ബ്ലാക്ക് മാജിക് എന്ന വാക്ക് ദുർമന്ത്രവാദത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതുത്ഭവിച്ചത് പ്രാകൃതകാലത്തായതുകൊണ്ടാണ് ഇന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രാകൃതമായി തന്നെ ഇരിക്കുന്നത്. 4ാമത്തെ വേദമായ അഥർവവേദത്തിലാണ് മന്ത്രവാദത്തെക്കുറിച്ച് വിവരിക്കുന്നത്. വസിഷ്ഠ മഹർഷിയുടെ പുത്രനായ അഥർവകനാണ് ഇതിന്റെ കർത്താവെന്ന് കരുതപ്പെടുന്നു. നക്ഷത്രകൽപ്പം, വേദകൽപ്പം, സംഹിതാകൽപ്പം, ആംഗിരസകൽപ്പം, ശാന്തികൽപ്പം എന്നിവ അഥർവവേദത്തിലെ 5 സംഹിതകളാണ്. ഇവയിൽ ആംഗിരസകൽപ്പത്തിലാണ് ആഭിചാര കർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. 21 മന്ത്രവിധികൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വേദത്തിലെ മന്ത്രങ്ങളിൽ അധികവും ആഭിചാരങ്ങളെപ്പറ്റിയും വശ്യങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്നവയാണ്. മറ്റു രാജ്യങ്ങളിലൊന്നും ഇതിന് തുല്യമായ ഒരു ഗ്രന്ഥം നിലവിലില്ല. അഥർവവേദത്തിലെ ആഭിചാര പ്രയോഗങ്ങളെ പൊതുവെ 3ആയി തിരിക്കാം. ഒന്നാമത്തേത് രോഗങ്ങളെയും രോഗഹേതുക്കളെന്ന് വിശ്വസിക്കപ്പെടുന്ന ചില അദൃശ്യ ശക്തികളെയും പ്രേതപിശാചുക്കളെയും നശിപ്പിക്കുവാനുള്ള മന്ത്രങ്ങളാണ്. രണ്ടാമത്തേത് സ്ത്രീ പുരുഷന്മാർക്ക് അന്യോന്യം വശീകരിക്കുന്നതിനും അന്യകാമുകന്മാരെ നശിപ്പിക്കുന്നതിനും മറ്റുമുള്ള മന്ത്രങ്ങളാണ്. ശുദ്ധമായ ആഭിചാരങ്ങളാണ് മൂന്നാമത്തേത്. ഇതിൽ പീഡനം, മാരണം, മോഹനം, സ്തംഭനം മുതലായ പ്രയോഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള എല്ലാ ആഭിചാരങ്ങൾക്കും ഉച്ചരിക്കപ്പെടുന്ന മന്ത്രങ്ങൾ, ബാഹ്യമായ കർമ്മങ്ങൾ, കർമ്മിയുടെ ശക്തി എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഉള്ളതായി ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള മലിനോവ്സ്കി പറയുന്നു. ഒരു കർമ്മം ഫലിക്കാൻ ഈ 3 ഘടകങ്ങളും പൂർണ്ണമായിരിക്കണം. മന്ത്രങ്ങൾ ശ്ലോകരൂപത്തിലുള്ളവയാണ്. ചിലപ്പോൾ ഒറ്റ വാക്കിൽ ഒതുങ്ങി നിൽക്കുന്നവയുമുണ്ട്. ചില പദങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചു പറയും. കർമ്മത്തിന്റെ ഫലം പല എടുത്തു പറയുന്ന സ്വഭാവവും മിക്ക മന്ത്രങ്ങൾക്കുമുണ്ട്. മന്ത്രങ്ങളെല്ലാം ദിവ്യമാണെന്നാണ് സങ്കല്പം. കർമ്മത്തിൽ മന്ത്രത്തിന് വളരെ പ്രാധാന്യമുള്ളതിനാൽ അതിന്റെ ഉച്ചാരണ ശുദ്ധിയെപ്പറ്റി പ്രത്യേക നിഷ്കർഷ വേണം. മന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഉദ്ദേശം ഫലത്തിൽ വരുത്തുന്ന ബാഹ്യമായ ചില ക്രിയകളാണ് ആഭിചാരത്തിന്റെ മറ്റൊരു ഭാഗം. ഹസ്തമുദ്രകൾ, ജലപ്രക്ഷാളനം മുതലായവയെല്ലാം പല ആഭിചാര ക്രിയകളിലും ഇന്നും സാധാരണമാണ്. കർമ്മങ്ങളിൽ പ്രതിമകൾ, മന്ത്രങ്ങൾ, രക്ഷാകവചങ്ങൾ എന്നിവ ധാരാളം ഉപയോഗിക്കപ്പെടുന്നു. പ്രതിമകൾ വളരെ പ്രധാനമാണ്. പ്രതിമയെ കുത്തുകയും വെട്ടുകയും ചെയ്ത് ശത്രുവിനെ കൊല്ലുന്നതും പ്രതിമയിൽ രോഗം ആവാഹിച്ചു കുഴിച്ചിടുന്നതുമെല്ലാം ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ നടപ്പുണ്ട്. മന്ത്രം പോലെ പ്രാധാന്യമുള്ളതാണ് മാന്ത്രികന്റെ ശക്തിയും. ശ്രദ്ധയോടെ ചെയ്താലേ ആഭിചാരങ്ങൾ ഫലിക്കൂ എന്നാണ് വിശ്വാസം. കർമ്മിക്ക് ഒരു പ്രത്യേക ജീവിതചര്യ തന്നെ വിധിച്ചിരിക്കുന്നു. മന്ത്രവാദത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പരാജയം മാന്ത്രികന്റെ ശക്തിക്കുറവായി കരുതപ്പെടുന്നു. അഥർവവേദത്തിൽ ആഭിചാരങ്ങൾക്കുള്ള മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അവ എങ്ങനെ പ്രയോഗിക്കണമെന്ന അനുശാസനം അടങ്ങിയിരിക്കുന്നത് കൗശിക സൂത്രത്തിലാണ്. അഥർവവേദത്തിന് ശേഷം വൈദിക കർമ്മങ്ങളിൽ പലതിനും ആഭിചാര പ്രയോഗങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷെ അഥർവവേദത്തിലെ കർമ്മങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലെ കർമ്മങ്ങളിൽ നിന്നും ചില വ്യത്യാസങ്ങളുണ്ട്. കർമ്മം അനുഷ്ഠിക്കേണ്ട സ്ഥലത്തെയും കാലത്തെയും കുറിച്ചുള്ള ചില വിധികൾ അഥർവവേദത്തിന്റെ പ്രത്യേകതയാണ്. പല കർമ്മങ്ങളും രാത്രിയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അതുപോലെ നാൽക്കവലകൾ, ശ്മശാനങ്ങൾ മുതലായ സ്ഥലങ്ങൾ മന്ത്രവാദങ്ങൾക്ക് പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിലെ ആഭിചാരങ്ങൾക്കുള്ള മറ്റൊരു പ്രത്യേകത മനുഷ്യന്റെ കഷ്ടതകളും രോഗങ്ങളും പിശാചുക്കളുടെ സൃഷ്ടിയാണെന്ന വിശ്വാസമാണ്. അഥർവവേദത്തിലെ മന്ത്രങ്ങൾ ഏതെങ്കിലും അമാനുഷിക ശക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളവയോ
രോഗത്തെ തന്നെ ദേവനായി സങ്കല്പിച്ചിട്ടുള്ളവയോ ആണ്. പലപ്പോഴും പനിയെ ദേവനായി സങ്കല്പിച്ചുള്ള സ്തുതികൾ കാണാം. തലയിൽ കൂടി ജലം വീഴ്ത്തി പാപം കഴുകിക്കളയുന്ന സമ്പ്രദായം ഏറെക്കുറെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഗോമൂത്രം കൊണ്ട് ശിശുവിനെ ദുർദേവതകളിൽ നിന്ന് രക്ഷിക്കുന്നതും മഞ്ഞപ്പിത്തം മഞ്ഞ നിറമുള്ള പക്ഷികളിലേക്ക് ആവാഹിച്ചു മാറ്റുന്നതും സ്ത്രീകളുടെ കാൽപ്പാടുപയോഗിച്ച് അവരെ വശീകരിക്കുന്നതുമെല്ലാം അഥർവവേദത്തിൽ മാത്രം കാണാവുന്ന ചില ആഭിചാര പ്രയോഗങ്ങളാണ്. ഇപ്പോഴും ഒരു വേദമെന്ന നിലയ്ക്കുള്ള സാർവത്രിക അംഗീകാരം അഥർവവേദത്തിന് ലഭിച്ചിട്ടില്ല. വൈദ്യവും മന്ത്രവാദവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അഥർവവേദ സമ്പ്രദായം തന്നെയാണ് മലയാളത്തിലെ മിക്ക മന്ത്രവാദ ഗ്രന്ഥങ്ങളിലും പിന്തുടർന്നിട്ടുള്ളത്. സാത്വിക ചിന്തയുള്ള ജനങ്ങൾ ദേവന്മാരെയും രാജസ്വഭാവമുള്ള ജനങ്ങൾ യക്ഷന്മാരെയും രാക്ഷസുകളെയും പൂജിക്കുന്നു. തമസപ്രകൃതിയുള്ള ജനങ്ങളാകട്ടെ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും പൂജിക്കുന്നു. കരിങ്കുട്ടി, കുട്ടിച്ചാത്തൻ, ചുടലഭദ്രകാളി, ബാലപ്രദക്ഷിണി, രന്തുകാമൻ, ഹന്തുകാമൻ, ആകാശയക്ഷി, ഗന്ധർവൻ, എരിക്കമമോഹിനി, രക്തചാമുണ്ടി, കാലഭൈരവി, യോനിമർദിനി, പറക്കുട്ടി, മാടൻ, മറുത, അറുകൊല എന്നീ മൂർത്തികളുടെ വിഹാരരംഗമായും മാട്ട്, മാരണം, ഒടി, കൊല, ചതി എന്നീ ആഭിചാര ക്ഷുദ്രകർമ്മങ്ങൾ പ്രയോഗിക്കുന്നവരായും മാത്രം മന്ത്രവാദവും മാന്ത്രികരും അറിയപ്പെടുന്നു. കേരളത്തിൽ പ്രാചീന കാലത്ത് ആദിമവാസികളുടെ ഇടയിൽ നിന്നാണ് മന്ത്രവാദമുണ്ടായത്. ഇന്നും പുലയൻ, പാണൻ, പറയൻ, മണ്ണാൻ തുടങ്ങിയവരും ബ്രാഹ്മണ വിഭാഗങ്ങളും പല ജ്യോതിഷികളും പാരമ്പര്യമായി തന്നെ പലതരം മന്ത്രവാദം കൈകാര്യം ചെയ്തു വരുന്നു. എന്നാൽ ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും മന്ത്രവാദികളല്ല. ഇസ്ലാം മതത്തിലുള്ള ചിലരും മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. വാൽഹൌസ് എന്ന ഇംഗ്ലീഷുകാരൻ എഴുതിയ ഒരു ലേഖനത്തിൽ ഏറ്റവും ശക്തിയുള്ള ഭൂതപ്രേത പിശാചുക്കൾ വസിക്കുന്ന സ്ഥലമായി മലബാറിനെ വിശേഷിപ്പിക്കുന്നു. ജ്യോതിഷത്തിൽ ജനങ്ങൾ കുറച്ച് വിശ്വാസമുണ്ടായിരുന്നു. കേരളത്തിൽ 6 സദ്മന്ത്രവാദികളും 6 ദുർമന്ത്രവാദികളും ഉണ്ടായിരുന്നതായി വില്യം ലോഗൻ അദ്ദേഹത്തിന്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പുരുഷന്മാർ മാത്രമായിരുന്നു മന്ത്രവാദ കർമ്മങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നത്. അവരിൽ പ്രമുഖരെ രാജാക്കന്മാർ പോലും തങ്ങളുടെ ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി വിനിയോഗിച്ചിരുന്നുവത്രേ. നായ കടിക്കുക, പാമ്പ് കടിക്കുക, ഭ്രാന്ത് പിടിക്കുക, രക്തം ഛർദ്ദിക്കുക, ശ്വാസം മുട്ടി മരിക്കുക, വസൂരി തുടങ്ങിയ രോഗങ്ങൾ പിടിപെടുക, കള്ളന്മാരെ നശിപ്പിക്കുക, വശീകരണം, ഒടി, കല്യാണം മുടക്കുക തുടങ്ങിയ വിഷയങ്ങളിലാണ് ശത്രുക്കളെ പെടുത്താൻ മന്ത്രവാദികൾ ശ്രമിച്ചിരുന്നത്. ആദിമവാസികളുടെ മന്ത്രവാദവും പ്രാകൃതമായിരുന്നു. തമസമൂർത്തികളെ അവർ മദ്യം, മാംസം, രക്തം എന്നിവ നൽകി ആരാധിച്ചു. ദ്രാവിഡാചാരങ്ങളിലും അതിനെ പിൻപറ്റി വളർന്ന ശാക്തേയ പൂജയിലും മത്സ്യം, മാംസം, മദ്യം എന്നിവ ഉപയോഗിക്കുകയും കഴിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇത് ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായല്ല, ശാക്തേയ മതക്കാരുടെ ആചാരങ്ങൾ മാത്രമായാണ് കണക്കാക്കുന്നത്. പറശ്ശിനിക്കടവ്, മുത്തപ്പൻ തുടങ്ങിയ ദ്രാവിഡ ക്ഷേത്രങ്ങളിലും മറ്റും മത്സ്യവും മദ്യവും പൂജയ്ക്കായി ഉപയോഗിക്കുന്നതും മറ്റും ഉദാഹരണങ്ങളാണ്. പണ്ടുകാലത്ത് ചിലപ്പോൾ മന്ത്രവാദം ഏകവസ്ത്രമായോ വസ്ത്രമില്ലാതെയോ വേണമായിരുന്നു ചെയ്യാൻ. മന്ത്രവാദി മാത്രമല്ല, അസുഖമുള്ളയാളും നഗ്നരാകണം. പ്രകടനമാണ് ദുർമന്ത്രവാദത്തിലെ മുഖ്യ ഘടകം. കർമ്മി വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളുകയും പ്രതിയെ പിടികൂടി കൂടെയുള്ള മൂർത്തികളെക്കുറിച്ചും അവരുടെ ഉപദ്രവശാന്തിക്കായി ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും വെളിപാട് പോലെ പ്രഖ്യാപിക്കുന്നു. പലപ്പോഴും ആഭിചാര കർമ്മങ്ങൾ ചില കുടുംബങ്ങളുടെയോ വർഗങ്ങളുടെയോ കുലത്തൊഴിലായിരുന്നു. ഇത്തരം കർമ്മങ്ങൾ കുലത്തൊഴിലായി സൂക്ഷിച്ചിരിക്കുന്നവർക്ക് പ്രാചീന ഭാരതത്തിൽ എന്ന പോലെ മറ്റെല്ലായിടത്തും സവിശേഷമായ അംഗീകാരം ലഭിച്ചിരുന്നു. മഴ പെയ്യിക്കുന്നതിനും പ്രകൃതിക്ഷോഭങ്ങളെ നേരിടുന്നതിനും കാമപൂർത്തിക്കുമെല്ലാം പുരാതന മനുഷ്യർ മന്ത്രവാദിയെ ആശ്രയിച്ചിരുന്നു. തന്മൂലം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മന്ത്രവാദിക്ക് വലിയ സ്ഥാനവും ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നു. ആഭിചാരങ്ങൾക്കെല്ലാം അവയോട് ബന്ധപ്പെട്ട പുരാണ കഥകളോ വീരചരിതങ്ങളോ ഉണ്ട്. ആദിമ മനുഷ്യരുടെ ആഭിചാര പ്രയോഗങ്ങളിൽ നിന്നാണ് സംസ്കാരം ഉടലെടുത്തതെന്ന് പല ചിന്തകന്മാരും അഭിപ്രായപ്പെടുന്നു. ഏതായാലും പ്രപഞ്ചശക്തികൾക്ക് ദിവ്യത്വം കൽപ്പിച്ച് അവയെ ആരാധിക്കുന്നതിന് മുമ്പ് തന്നെ ആഭിചാരങ്ങൾ നിലവിൽ വന്നതായി കാണാം.